നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന മുട്ട പപ്സാണ്. അപ്പം റെഡിമെയ്ഡ് ഷീറ്റ് അവൈലബിൾ ആണല്ലോ, അപ്പോൾ അത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 3 മുട്ട ആദ്യം നന്നായി വേവിച്ചെടുക്കുക. അതിനുശേഷം പാനിലേക്ക് ഓയിൽ ഒഴിച്ച് അതിൽ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കരിവേപ്പില മുതലായവ ഇട്ട് നന്നായി വഴറ്റിയതിന് ശേഷം ഉള്ളിയിട്ട് നന്നായി വഴറ്റിയെടുക്കുക. നമ്മൾ എന്ത് കറി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കറിയോ എന്തായെങ്കിലും ആയിക്കോട്ടെ, അധികം നല്ലോണം വഴറ്റണം. ഏതായാലും നല്ലോണം വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ നല്ല അതിൻ്റെ ടേസ്റ്റ് കുറച്ചും കൂടി കൊടുക്കും. ഉള്ളി നന്നായി വഴറ്റിയെടുക്കുക. നന്നായി വഴറ്റിയെടുത്തതിന് ശേഷമാണ് നമ്മൾ എന്താ പറയുക, പൊടികൾ ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ നമ്മൾ അടുത്തായിട്ട് ആഡ് ചെയ്യുന്നതെന്ന് ആവശ്യത്തിനുള്ള ഉപ്പിടുക. അത് ഓരോ ഉപ്പിൻ്റെ അനുസരിച്ചിട്ട് അതിട്ടാൽ മതി. പിന്നെ മഞ്ഞൾപ്പൊടി. അടുത്തായി നമ്മൾ ആഡ് ചെയ്യുന്നത് മുളക് പൊടിയാണ്. മുളക് പൊടി ആഡ് ചെയ്യുക. പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി നല്ലൊരു ടേസ്റ്റ് അതിന് കൊടുക്കും. അതുകൊണ്ട് എന്തായാലും ഇത് സ്കിപ്പ് ചെയ്യാതെ ആഡ് ചെയ്യണം. ഓക്കെ, ദെൻ നമ്മൾ ആഡ് ചെയ്യുന്നത് ചിക്കൻ മസാല പൗഡറാണ്. എല്ലായിടത്തും കാണുമല്ലോ, അത് ചിക്കൻ മസാല പൗഡർ കുറച്ച്. ഞാൻ അങ്ങനെ കണക്കൊന്നും വെച്ചല്ല ആഡ് ചെയ്യുന്നത്, ഏകദേശം വെച്ചിട്ട് നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ ആഡ് ചെയ്യുക, ഒരാൾ രുചി അനുസരിച്ച്. പിന്നെ കുറച്ച് ഗരം മസാല, ഇതെല്ലാം ഇതിന് കാര്യമായിട്ട് പോകേണ്ട മസാല. ഓക്കെ, അപ്പോൾ നല്ലോണം വഴറ്റിയതിന് ശേഷം നമ്മൾ അതിലേക്ക് അതിൻ്റെ പച്ചമണം എല്ലാം മാറിയതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യും. ഞാൻ ചൂടുവെള്ളമാണ് ഒഴിച്ച്. പിന്നെ അത് കഴിഞ്ഞ് അപ്പോൾ ഏകദേശം നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട്. ഈ മസാല നമ്മൾ ആ ഷീറ്റിലേക്ക് ഫില്ല് ചെയ്യുക. ഇത് ഫില്ല് ചെയ്തതിന് ശേഷമുള്ള വീഡിയോ ഉള്ളൂ, മറ്റേ വീഡിയോ എന്നോട് മിസ്സായി പോയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഫില്ല് ചെയ്തതിന് ശേഷം 4 ഭാഗവും മടക്കിയാൽ മതി. മുട്ടയും വെച്ച് ഹാഫ് മുട്ടയും വെച്ച് 4 ഭാഗവും മടക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ മുട്ട ഒന്ന് എന്താ പറയുക, മുട്ട പൊട്ടിച്ചിട്ട് അതൊന്ന് തടയി കൊടുക്കണം. മുകളിൽ മാത്രം തേച്ചാൽ മതിയാവും. ഓക്കെ, എന്നിട്ട് നമ്മൾ OTGയിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ 2 ഭാഗത്തും ചൂടുള്ള സെറ്റിങ്ങില്ല, അതാണ് എടുക്കേണ്ടത്. പിന്നെ ആദ്യം പ്രീഹീറ്റ് ചെയ്യുക. പ്രീഹീറ്റ് ഒരു 10 മിനിറ്റ്സ് ഒരു 200 ഡിഗ്രി വെച്ച് കൊടുക്കാം. അതിന് ശേഷമാണ് നമ്മൾ ഇതെടുത്തിട്ട് മുട്ട പപ്സ് അതിലേക്ക് ലോഡ് ചെയ്യുക. ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 210 ഡിഗ്രി സെൽഷ്യസിൽ ഹാഫ് ആൻ അവർ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുട്ട പപ്സ് റെഡിയാവും. ഇതാണ് നമുക്ക് കിട്ടിയ മുട്ട പപ്സ്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടും നല്ല ഹൈജീനിക്കായിട്ട് നമുക്ക് മുട്ട പപ്സ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.